ഗുഡ് മോർണിംഗ്. പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ നൽകിയിരിക്കുക. കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ആരംഭിച്ച് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള പ്രോബ്ലമാണ് ഇവിടെ നൽകിയിരിക്കുക. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്സ് എന്ന് പറയുക ₹1,40,000 ആണ്. പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്സ് എന്ന് പറയുക $1,53,200 ആണ്. ഇവിടെ രണ്ട് പ്രോഫിറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റായ $1,40,000 നിന്നും ആരംഭിച്ച് ഫൈനാൻഷ്യൽ പ്രോഫിറ്റായ $1,53,200 എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ പൂർത്തീകരിക്കേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന ഐറ്റംസ് കോസ്റ്റ് ബുക്സും ഫിനാൻഷ്യൽ ബുക്സും വെരിഫൈ ചെയ്യുമ്പോൾ കാണപ്പെടുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ ഐറ്റംസ് ആയിട്ട് പറഞ്ഞിരിക്കുക. ആ ഓരോ ഐറ്റവും വായിച്ച് കോസ്റ്റിംഗ് പ്രോഫിറ്റിലോ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലോ എന്ത് വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയോ അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയോ ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ കൂടുതലാണോ കുറവാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. അതിനുശേഷം കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ ആ ഐറ്റം കൊണ്ട് കുറവാണ് സംഭവിക്കുന്നതെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ആഡ് ചെയ്യണം. ഇനി ഒരൈറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലാണ് എങ്കിൽ സ്വാഭാവികമായും ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ആ ഐറ്റം ഡിഡക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഇനി ഐറ്റംസ് ശ്രദ്ധിക്കാം. ബാഡറ്റ്സ് റിട്ടേൺ ഓഫ് ₹3,000. ബാഡറ്റ്സ് റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം വരുന്നതാണ്. അതൊരു എക്സ്പെൻസിൻ്റെ നേച്ചറിലാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം വരുന്ന ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ് ബുക്സിൽ വരുന്നില്ലാത്തതുകൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നമ്മളിവിടെ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു. കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ബാഡറ്റ്സ് റിട്ടേൺ ഓഫ് ₹3,000 ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഐറ്റം ലോസ് ഡ്യൂ ടു ഒബ്സോലസൻസ് ചാർജ്ഡ് ഇൻ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്. ഇതും ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം ചാർജ് ചെയ്യപ്പെടുന്ന
ലോസാണ്. അതുകൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. കോസ്റ്റ് ബുക്സിൽ ഇത് വരുന്നില്ലാത്തതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ലെസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ഇൻ ഫൈനാൻഷ്യൽ ബുക്സ്. അപ്പോൾ ഫൈനാൻഷ്യൽ ബുക്സിൽ ഒരു ഇൻകം ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലാണ്. അത് കോസ്റ്റ് ബുക്സിൽ വരുന്നില്ലാത്തതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുന്നു, ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു. അപ്പോൾ കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ആഡ് ചെയ്യണം. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ ചാർജ്ഡ് മോർ ഇൻ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ 3200 rupees ഡിപ്രീസിയേഷൻ കൂടുതലായി ചാർജ് ചെയ്തു. അപ്പോൾ ഒരു എക്സ്പെൻസ് കൂടുതലായി ചാർജ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. എന്നാൽ കോസ്റ്റ് ബുക്സിൽ അത് വരാത്തതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലാണ്. കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ലെസ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് ചാർജ്ഡ് മോർ ഇൻ ഫൈനാൻഷ്യൽ ബുക്സ്. ഫാക്ടറി ഓവർഹെഡ് കൂടുതലായിട്ട് ഫൈനാൻഷ്യൽ ബുക്സിൽ ചാർജ് ചെയ്തിരിക്കുന്നു. എക്സ്പെൻസ് കൂടുതലായിട്ട് ഫൈനാൻഷ്യൽ ബുക്സിൽ ചാർജ് ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. കോസ്റ്റ് ബുക്സിൽ അത് വരുന്നില്ലാത്തതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലാണ്. കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ലെസ് ചെയ്യണം. ഓഫീസ് ഓവർഹെഡ്സ് ചാർജ്ഡ് ലെസ് ഇൻ ഫൈനാൻഷ്യൽ ബുക്സ്. ഓഫീസ് ഓവർഹെഡ് ഫൈനാൻഷ്യൽ ബുക്സിൽ 2800 രൂപ കുറവാണ് ചാർജ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഓവർഹെഡ് കുറവാണ് ഫൈനാൻഷ്യൽ ബുക്സിൽ ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്രയും പ്രോഫിറ്റ് ഫൈനാൻഷ്യൽ ബുക്സിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവാണ്. കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം, സെല്ലിംഗ് ഓവർഹെഡ് ചാർജ്ഡ് ലെസ് ഇൻ ഫൈനാൻഷ്യൽ ബുക്സ്. സെല്ലിംഗ് ഓവർഹെഡ് ഫൈനാൻഷ്യൽ ബുക്സിൽ 1800 കുറവാണ് ചാർജ് ചെയ്തിരിക്കുക. ഒരു എക്സ്പെൻസിൻ്റെ നേച്ചറിലായിട്ട് ഐറ്റം കുറവാണ് ചാർജ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്രയും പ്രോഫിറ്റ് ഫൈനാൻഷ്യൽ ബുക്സിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ്. ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവാണ്. കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ആഡ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ചാർജ്ഡ് മോർ ഇൻ ഫൈനാൻഷ്യൽ ബുക്സ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്
₹600 കൂടുതലായിട്ടാണ് ഫൈനാൻഷ്യൽ ബുക്സിൽ ചാർജ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. അതിൻ്റെ ഫലമായി കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായതിനാൽ കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ലെസ് ചെയ്യണം. റെന്റ് ചാർജ്ഡ് ഓൺലി ഇൻ കോസ്റ്റ് ബുക്സ്. ഇത് പ്യുവർലി കോസ്റ്റ് ഐറ്റമാണ്. ആയതിനാൽ കോസ്റ്റ് ബുക്സിൽ മാത്രം ഇത് ചാർജ് ചെയ്യുന്നതിനാൽ ഇതൊരു എക്സ്പെൻസിൻ്റെ നേച്ചറാണ്. കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. എന്നാൽ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ ഇത് വരുന്നില്ലാത്തതിനാൽ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുന്നു. കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ആഡ് ചെയ്യണം. ഈ രീതിയിൽ ഓരോ ഐറ്റംസും ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്സിൽ കൂടെ ആഡ് ചെയ്യുകയോ ഡിഡക്റ്റ് ചെയ്യുകയോ ചെയ്ത് പ്രോഫിറ്റ് ആസ് പെർ ഫൈനാൻഷ്യൽ ബുക്സിൽ എത്തിച്ചേരുന്നു. രണ്ട് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ആരംഭിച്ച് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലെത്തുമ്പോൾ ആ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുമാണ്. ഈ പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. മെമ്മോറാണ്ടം റിക്കൺസിലിയേഷൻ അക്കൗണ്ടാണ് തന്നിരിക്കുക. നമ്മൾ പ്രോഫിറ്റ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ആ പ്രോഫിറ്റ് റിക്കൺസിലിയേഷൻ ഒരു അക്കൗണ്ടിൻ്റെ ഫോമിൽ
പ്രിപ്പയർ ചെയ്യുന്നതാണ് മെമ്മോറാണ്ടം റിക്കൺസിലിയേഷൻ അക്കൗണ്ട് എന്ന് പറയുക. അവിടെ ഇപ്രകാരമാണ് അത് പൂർത്തീകരിക്കേണ്ടത്. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. അതേ തുടർന്ന് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്യുക. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. തുടർന്ന് അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും പ്രോഫിറ്റ് ആസ് പെർ ഫൈനാൻഷ്യൽ ബുക്സ് എന്ന് പറയുക.